ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മരിയസ്തുതിയിലെ ഈ ഈശോ എന്ന നാമം, അതാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. യശുവ, യശുവ, യേസുസ്, ഈശോ, ഇങ്ങനെ വിവിധ ഭാഷകളിൽ ഈ വാക്കിനെ കുറിച്ച് നമ്മൾ ഈ പേരിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ മരിയൻ ധ്യാനം 158 എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഈശോ എന്ന നാമം, ആ നാമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ട് മറിയത്തിൻ്റെ ശിശുവിന് ഈശോ എന്ന് പേരിടണം, യേശു എന്ന് പേരിടണം എന്ന് ദൈവം തൻ്റെ മാലാഖ വഴി, ഗബ്രിയേൽ മാലാഖ വഴി മറിയത്തെ അറിയിച്ചു, ജോസഫിനെ അറിയിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാമത്തിന് ഇത്രമാത്രം പ്രസക്തിയുള്ളത്? നീ ഗർഭം ധരിച്ച് പ്രസവിക്കും, നീ അവന് യേശു അല്ലെങ്കിൽ ഈശോ എന്ന് പേരിടണമെന്ന് മാലാഖ മറിയത്തോട് പറഞ്ഞിരുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 1:31. മറിയത്തിന്റെ മകനായതുകൊണ്ട് മറിയമാണ് പേരിടേണ്ടത്. ഇക്കാര്യം ഗബ്രിയേൽ മാലാഖ ജോസഫിനോട് പറഞ്ഞിരുന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് ഈശോ അല്ലെങ്കിൽ യേശു എന്ന് പേരിടണം. മത്തായി 1:21. അപ്പം ജോസഫ് മറിയത്തിന്റെ ശിശുവിന് ഈശോ എന്ന് പേരിടണം, യേശു എന്ന് പേരിടണം. അങ്ങനെ പേരിട്ട് രജിസ്ട്രാറുടെ മുമ്പാകെ പേരിട്ട് അവനെ തൻ്റെ മകനായി ദത്തെടുക്കണം. മറിയത്തിൻ്റെ മകനെ, ദൈവത്തിൻ്റെ മകനെ തൻ്റെ മകനായി ദത്തെടുക്കണം. അതിന് ന്യായം കൊടുത്തിരിക്കുകയാണ് ഗബ്രിയേൽ മാലാഖ. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാണ് നീ അവന് യേശു എന്ന് അല്ലെങ്കിൽ ഈശോ എന്ന പേരിടേണ്ടത്. അപ്പോൾ എന്തുകൊണ്ട് ഈശോ എന്ന പേരിടണം എന്ന് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കട്ടെ. മിനിഞ്ഞാത്ത വീഡിയോയുടെ കമൻറ്റിൽ വളരെ നല്ല പ്രസാദാത്മകമായിട്ട് അതിന് ചോദ്യമാണ്, ഇതൊക്കെ നിത്യരക്ഷയ്ക്ക്, അച്ഛൻ പറഞ്ഞ കാര്യം നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ്. അവൻ മറിയത്തിൻ്റെ മകൻ ജനങ്ങളെ, തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു അല്ലെങ്കിൽ ഈശോ എന്ന് പേരിടണം. അപ്പം രക്ഷിക്കാൻ ഇരിക്കുന്നവൻ്റെ പേര് ഈശോ ആണ്. അപ്പം നമ്മുടെ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ടതല്ലേ ഈ പേര്? ഞാൻ ഈശോ എന്ന നാമത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്, ഇതൊക്കെ നിത്യരക്ഷയ്ക്ക് ആവശ്യമാണോ? നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ്, അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നിത്യരക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു അല്ലെങ്കിൽ ഈശോ എന്ന് പേരിടണമെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിത്യരക്ഷയ്ക്ക് ആവശ്യമായ സംഗതികൾ മാത്രമല്ലല്ലോ ഈ ലോകത്ത് നമുക്ക് ചെയ്യേണ്ടത്. നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമല്ലല്ലോ, ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കുക എന്നൊരു ചുമതല നമുക്കില്ലേ? എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്നത് ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? എന്നെ തള്ളിപ്പറയുന്നവനെ പിതാവാ ദൈവത്തിൻ്റെയും മാലാഖമാരുടെ മുമ്പാകെ വെച്ച് ഞാൻ തള്ളിപ്പറയുമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ അനുഭവിച്ച നിത്യരക്ഷ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ദൗത്യമാണ് ഈ ലോകത്ത് നമുക്കുള്ളത്. ക്രിസ്ത്യാനികൾക്കുള്ളത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദായത്തിലെ അംഗങ്ങൾക്ക് ഉള്ള ചുമതല അവരറിഞ്ഞ സംഗതി മറ്റുള്ളവർ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതാണ് വലിയ മിഷൻ കൽപ്പന. അത് ചെയ്താലേ, എന്നെ മറ്റുള്ളവരും ഏറ്റു പറഞ്ഞാലേ, സുവിശേഷം പ്രസംഗിച്ചാലേ നിത്യരക്ഷ കിട്ടൂ. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. അപ്പം ഇതൊക്കെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ സംഗതിയാണ്. പക്ഷേ അതിനേക്കാളേറെ നമുക്കൊരു ദൗത്യം നൽകിയിട്ടുണ്ട്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും രക്ഷ എന്നുവ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്ക് ചില കടമകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതിലൊരു ആനന്ദമുണ്ട്. വചനം ഗ്രഹിക്കുന്നതിൽ അതിൻ്റെ അർത്ഥം അറിയുന്നതിലൊരു ആനന്ദമുണ്ട്. ആ ആനന്ദം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയുമ്പോഴാണ് ഈ ആനന്ദമുള്ളത്. അതൊക്കെ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അല്ലാതെ മരിച്ചതിന് ശേഷം നിത്യരക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പം നിത്യരക്ഷയുണ്ടെങ്കിൽ ശാരീരിക മരണത്തിന് ശേഷവും നമ്മൾ നിത്യരക്ഷയിൽ തുടരുമെന്നാണ്. ഇപ്പം നിത്യരക്ഷയിൽ അല്ലെങ്കിൽ മരണത്തിന് ശേഷവും ഇല്ല. ഈ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. നിത്യജീവൻ ഉണ്ടാകുമെന്നല്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ഇത് ഭക്ഷിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. ഇപ്പോൾ ആ നിത്യജീവനെ തകർക്കാൻ ശാരീരിക മരണത്തിന് കഴിയില്ല. ഇതുകൊണ്ടാണ് കത്തോലിക്കർക്ക് മരണമില്ല, ട്രാൻസ്ഫറേ ഉള്ളൂ, സ്ഥലം മാറ്റമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈശോ എന്ന പേരിന് വളരെ പ്രസക്തിയുണ്ട്. ഇത് പഠിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും നിത്യരക്ഷയ്ക്ക് ആവശ്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഈശോ എന്ന പേര് രണ്ടാം ദേവാലയ സമയം എന്ന് പറഞ്ഞാൽ BC 537 ശേഷം ബാബിലോൺ പ്രവാസം തിരിച്ചു വന്നതിന് ശേഷം അവർ ഈ സോളമന്റെ ദേവാലയം കുറെ നശിപ്പിച്ചിരുന്നു ബാബിലോണിയക്കാര്.
ബാബിലോണിയക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാഖ് കുവൈറ്റ് പ്രദേശക്കാരാണ് ഈ പറയണേ. അപ്പോൾ അന്നത്തെ ബാബിലോണിയൻ സാമ്രാജ്യം. അപ്പോൾ അത് വീണ്ടും ആ സോളമൻ്റെ ദേവാലയം അക്കാലത്തെ ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ട് കണക്കാക്കിയിരുന്നു. അതാണ് അവർ തീയിട്ട് നശിപ്പിച്ചത് ബാബിലോണിയക്കാർ. ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളൊക്കെ അന്നും അതുപോലെയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നതിനേക്കാൾ ദുരന്തപൂർണ്ണമായിട്ട് അക്കാലത്ത് നടന്നിട്ടുണ്ട്. ആദാമിൻ്റെ പാപം മൂലം ഈ ലോകത്തൊരു ഒരു പാപാവസ്ഥയുണ്ട്. അതാണ് യുദ്ധങ്ങളിലൂടെയൊക്കെ കാണുന്നത്. അപ്പം ഇപ്പം നമ്മൾ കാണുന്ന ഈ യുദ്ധാവസ്ഥയൊക്കെ ഈ ആദ്യ പാപത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള നമ്മൾ സഭ പഠിപ്പിക്കുന്ന ഉദ്ഭവ പാപത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അതായത് യേശു എന്ന രക്ഷകനെ കൊണ്ട് നിറയാതെ ഇതൊന്നും തന്നെ മാറിപ്പോകില്ല. അപ്പൊ ഇത് ആ ദൈവത്തെ കൊണ്ട് നിറയുക എന്നുള്ള ആ ചൈതന്യം, ആ കൃപ, അത് രാഷ്ട്രീയ നേതാക്കൾക്കും വേണമെന്ന് ചോദിച്ചാൽ വേണം. തീർച്ചയായിട്ടും ഭരണപരമായ തീരുമാനം എടുക്കേണ്ടി വരും. പക്ഷെ യുദ്ധമാണോ എല്ലാത്തിനുള്ള ഒരു പോംവഴി? ഇനി യുദ്ധം വേണ്ടാന്ന് പറയുമ്പോൾ അതേ വാക്കിൽ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രോക്സി ആയിട്ട്, അതായത് തീവ്രവാദ സംഘടനകളെ ആയുധം കൊടുത്തും പണം കൊടുത്തും സഹായിക്കുന്ന ഭരണാധികാരികളെ നിലയ്ക്ക് നിർത്തേണ്ടതും ലോക നേതാക്കന്മാരുടെ ചുമതലയാണ്. പക്ഷെ അത് യുദ്ധത്തിലൂടെയല്ല, അല്ലാതെ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. അപ്പൊ യുദ്ധത്തിലൂടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും നിറയേണ്ടതാണ്. രാഷ്ട്രീയ നേതാക്കളും നിറയണം. അപ്പോൾ യുദ്ധമല്ലാതെ മറ്റു മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പിന്നെ നമ്മൾ മീഡിയ കാണുന്ന കാര്യങ്ങളാണ് ലോകത്തിൽ സത്യം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാര്. ഈ നമ്മൾ ശത്രുക്കളെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളുടെ നേതാക്കന്മാർ പോലും ഒരുമിച്ച് കൂടുമ്പോൾ അവർ ചർച്ച ചെയ്യുന്നത് എത്ര ബോംബ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിന്റെ ഇത് പൊട്ടിക്കാൻ എത്ര സമയം വേണം, എവിടെ യുദ്ധം ഉണ്ടാക്കിയാൽ ഇതൊക്കെ തീർക്കാമെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഈ പുറത്തേക്ക് കാണുന്ന പോലെയൊന്നും അല്ല ലോകം നടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവത്തിന്റെ സമാധാനം കൊണ്ടും ഈ ലോകം നിറയുക തന്നെ വേണം. അതിന് യേശുവിനെ കൊണ്ട് നിറയണം. അപ്പോഴാണ് ഈ ഉത്ഭവപാപത്തിന്റെ കെടുതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്രാപിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് സോളമന്റെ ദേവാലയം ഈ ബാബിലോണിയക്കാർ കത്തിച്ചു കളഞ്ഞു. അത് പുനരുദ്ധരിക്കുകയാണ്. ആ പുനരുദ്ധരിച്ച കാലയളവാണ് പറയുന്നത് BC 537 ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ 525. അതിന് രണ്ടാം ദേവാലയ കാലയളവെന്ന് പറയുക. അത് തൊട്ട് മഹാനായ ഹെറോദോസാണ് പിന്നെ അതിൻ്റെ പുനരുദ്ധാരണ പണികളൊക്കെ നടത്തിയത്. അപ്പം ആ സമയത്തൊക്കെ രണ്ടാം ദേവാലയ കാലയളവ് എന്ന് പറഞ്ഞാൽ BC 525 ശേഷമുള്ള ആ കാലയളവിൽ ഈശോ എന്ന പേര് യഹൂദന്മാരുടെ ഇടയിൽ പലരുടെ ഇടയിലും ഉണ്ടായിരുന്നു. നമ്മുടെ ബൈബിളിൽ സഭാപ്രസംഗകൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ 50-ാമത്തെ അധ്യായം 27 വാക്യം എടുത്ത് നോക്കിയേ. പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളിൽ കാണില്ല. കാരണം 1827 അവർ നമ്മുടെ ബൈബിളിൽ നിന്നും 7 പുസ്തകങ്ങൾ ഡിലീറ്റ് ചെയ്തു. അതിലൊന്നാണ് സഭാപ്രസംഗകൻ, എക്ലേസിയാസ്റ്റിക്കസ് എന്ന് പറയുന്ന വിസ്ഡം ഓഫ് ബെൻസീറ എന്നൊക്കെ പറയും. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 50-ാമത്തെ വാക്യം, സഭാപ്രസംഗകൻ 50-ാമത്തെ വാക്യം, 50-ാമത്തെ അധ്യായം 27 വാക്യം, യേസൂസ് ബെൻ എലയാസർ ബെൻ സീറ എന്നാണ്. ഞാൻ യേശുവ എന്നും കാണും. ഞാൻ യേശുവ അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ ഈശോ, എലയാസറിന്റെ മകൻ, സീറായുടെ മകൻ. അപ്പോൾ യേസുസ് ബെൻ എലയാസർ ബെൻ സീറ. അപ്പം എൻ്റെ പേര് യേശു എന്നാണ്, ഈശോ എന്നാണെന്ന് എലയാസറിന്റെ മകനായ ഈശോ ആണ് ഞാൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്. സീറായുടെ മകൻ എലയാസറിന്റെ മകൻ ഈശോ ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈശോ എന്ന പേര് വളരെ കോമൺ ആയിരുന്നു. പക്ഷേ അക്കാലത്തെ കോമൺ ആയ ഒരു പേര്, യേശുവ എന്ന പേര് മോശയുടെ പിൻഗാമിക്ക് കൊടുത്തിരിക്കുന്നു. ജോഷുവ എന്ന് പറയുന്ന ആള്. അപ്പോൾ അക്കാലത്തും പിന്നീടും യേശു എന്ന പേര് വളരെ കോമൺ ആയിരുന്നു. വളരെ കോമൺ ആയ ഒരു പേര് മറിയത്തിന്റെ മകന് കൊടുക്കുന്നു. അതിലിപ്പോൾ എത്ര പ്രത്യേകത എന്ന് ചോദിക്കാം. അതാണ് എൻ്റെ ഉത്തരം. അതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ദൈവമായ കർത്താവ്, പിതാവായ ദൈവം തന്റെ മാലാഖയെ അയച്ച് മറിയത്തോടും ജോസഫിനോടും മറിയത്തിന്റെ മകന് ഈശോ എന്ന് പേരിടണമെന്ന് പറയുമ്പോൾ ആ പേര് വെറും കോമൺ ആയ ഒരു പേരായതുകൊണ്ടല്ല. ന്യായം പറഞ്ഞിരിക്കുന്നത് ജോസഫിനോടാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ട് നീ ഈശോ അല്ലെങ്കിൽ യേശു എന്ന് പേരിടണം. അപ്പോൾ ന്യായം പറഞ്ഞിട്ടുണ്ട്. യേശുവ എന്ന വാക്കിന് യാഹ്വേ ബ്രിങ്സ് സാൽവേഷൻ, അല്ലെങ്കിൽ യാഹ്വേ ഈസ് സാൽവേഷൻ, അല്ലെങ്കിൽ യാഹ്വേ സേവ്സ്. യാഹ്വേ രക്ഷിക്കുന്നു, യാഹ്വയാണ് രക്ഷ, യാഹ്വേ രക്ഷ കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെയാണ് യേശുവ എന്ന വാക്കിന് അർത്ഥം. അതുതന്നെയാണ് ജോഷു എന്ന് പറഞ്ഞാലും യേസൂസ് എന്ന് പറഞ്ഞാലും ഈശോ എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം ഇത് തന്നെയാണ്. ഈ യാഹ്വേ രക്ഷയാണ്. അപ്പോൾ യാഹ്വേ നാമധാരിയാണ് മറിയത്തിന്റെ മകൻ. യാഹ്വേ എന്ന നാമത്തിൽ വെളിപ്പെട്ട, പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം, ആ ദൈവമാണ് ഈ യേശു എന്ന ആളായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട്
അവന് യേശു യാഹ്വേ ഈസ് സാൽവേഷൻ, യാഹ്വേയാണ് രക്ഷ എന്നുള്ള പേരിടണം. ഇതാണ് മറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. എന്താണ് ന്യായം? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ശിശുവിന്റെ ദൗത്യം എന്താണ്? ദൗത്യം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെ ദൗത്യമുള്ളത് കൊണ്ട് ആ ശിശുവിന് ഈശോ അല്ലെങ്കിൽ യേശു എന്ന പേരിടുക എന്ന ദൗത്യം ജോസഫിനും കൊടുത്തിരിക്കുക, മറിയത്തിനും കൊടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് ഇല്ലേ, അപ്പോൾ ഒരു ദൈവം അയച്ച മാലാഖ പേര് കൊടുക്കാൻ പറയുമ്പോൾ അത് അന്ന് സർവ്വസാധാരണമായ പേര് കൊണ്ടല്ലെന്നും അതിനൊരു പ്രത്യേക അർത്ഥമുണ്ടെന്നൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. അവൻ തന്റെ ജനത്തെ പാപം രക്ഷിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ പേര് കൊടുക്കേണ്ടത്, അല്ലാതെ അന്ന് നാട്ടുനടപ്പുള്ള പേരായതുകൊണ്ടല്ല. നാട്ടുനടപ്പാണ്, പക്ഷെ അത് ഇപ്പൊ കൊടുക്കുമ്പോൾ അതിന് വേറൊരു ദൗത്യം വന്നു കഴിഞ്ഞു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. വളരെ ഉന്നതമായ ദൈവശാസ്ത്ര ദൗത്യമാണ് മറിയത്തിന്റെ ശിശുവിന് ജോസഫിന്റെ വളർത്തു മകന് കൊടുത്തിരിക്കുന്നത്. എന്താണ്? പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുക. ദൈവത്തിന് മാത്രമാണ് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുള്ളൂ. ആ അധികാരം മറിയത്തിന്റെ ശിശുവിന് കൊടുത്തിരിക്കുക. ദൈവത്തിന് മാത്രമുള്ള അധികാരം മറിയത്തിന്റെ ശിശുവിന് കൊടുത്തിരിക്കുന്നു. കാരണം എന്താണ്? അവൻ ദൈവമാണ്, ദൈവം മനുഷ്യനായി വന്നതാണ്. യഹോവ സാക്ഷികൾ ഇത് കേൾക്കണം കേട്ടോ. ദൈവത്തിന് മാത്രമല്ലേ പാപം മോചിക്കാൻ കഴിയൂ എന്ന് ഫരിസയർ പറഞ്ഞത് 100% സത്യമാണ്. യേശു പാപങ്ങൾ മോചിച്ചു എന്നതിന്റെ അർത്ഥം എന്താണ്? അവൻ ദൈവമാണെന്നാണ്. അപ്പോൾ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം, അത്രയും വലിയ ദൗത്യമാണ് മറിയത്തിന്റെ ശിശുവിന് ജോസഫിന്റെ വളർത്തു മകന് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം ഈ ശിശു, മറിയത്തിന്റെ മകൻ, ജോസഫിന്റെ വളർത്തു മകൻ ദൈവവുമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്നു. ദൈവപുത്രനാണ് അവൻ, ദൈവം തന്നെയായ പുത്രനാണ്. യോഹന്നാൻ 1:18 ദൈവം തന്നെയായ പുത്രൻ. യഹോവ സാക്ഷികളുടെ ഒരു ആർട്ടിക്കിളിന്റെ പേരിങ്ങനെയാണ്, ജീസസ് സൺ ഓഫ് ഗോഡ്, നോട്ട് ഗോഡ് ദ സൺ. ഈശോ ദൈവപുത്രനാണ്, പക്ഷെ ദൈവം തന്നെയായ പുത്രനല്ല. ഇങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. അത് തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1:18 ഏറ്റവും പ്രാചീനമായ കയ്യെഴുത്ത് പ്രതിയിൽ ഗോഡ് ദ സൺ എന്നാണ് കിടക്കണേ. ദൈവം തന്നെയായ ഏകജാതൻ, ഗോഡ് ദ ഓൺലി സൺ. മൊണോഗനസ് തെയോസ് എന്നാണ്. മൊണോഗനസ് തെയോസ്, ദൈവം തന്നെയായ ഏകജാതൻ എന്നാ, ദൈവം തന്നെയായ പുത്രൻ. അപ്പോൾ കയ്യെഴുത്ത് പ്രതി അങ്ങനെയാണ്, യഹോവ സാക്ഷികൾക്കെതിരെയാണ്. പിന്നെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം മറിയത്തിന്റെ ശിശുവിന് കൊടുത്തിരിക്കുന്നു. ഇനി ആ മറിയത്തിന്റെ ശിശു ആ അധികാരം സ്ലീഹന്മാർ കൈമാറും. സ്ലീഹന്മാരുടെ മേൽ യോഹന്നാൻ സുവിശേഷം 20 അധ്യായം 21 മുതൽ 23 വരെ അവൻ അവരുടെ മേൽ ഊതി എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും. നിലനിർത്തുക, ബന്ധിക്കാന്ന് വെച്ചാൽ നിലനിർത്തുക. ഭൂമിയിൽ കെട്ടാനും അഴിക്കാനും അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോല്. അപ്പോൾ ഇവിടെ അഴിക്കാനും കെട്ടാനും തുറക്കാനും അടയ്ക്കാനൊക്കെ ഉള്ള അധികാരം ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിന്റെ ഭൗമിക പതിപ്പാണ് സഭ എന്ന് പറയുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൈവശമുള്ളത് കത്തോലിക്ക സഭയിലാണ്. ആ താക്കോൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു താക്കോലല്ല, അധികാരമാണ്. താക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരം. കെട്ടാനും അഴിക്കാനും ഇല്ലേ, മോചിക്കാനും നിലനിർത്താനും ഇതൊക്കെയുള്ള കുറേ സംഗതികളുണ്ട്. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, തോന്നിയ പോലെ ചെയ്യാൻ കഴിയുന്നില്ല. ചുരുക്കത്തിൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കാൻ മനുഷ്യപുത്രൻ അധികാരം ആ മനുഷ്യപുത്രൻ സ്ലീഹന്മാർക്ക് കൊടുത്തു. പക്ഷേ ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ പറ്റൂ. അതുകൊണ്ട് പൗരത്വ സഭകളിൽ നിന്റെ പാപം ഞാൻ മോചിക്കുന്നു എന്നല്ല പറയുക, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ എന്നാണ്. ദൈവം നിന്റെ പാപങ്ങൾ മോചിക്കട്ടെ എന്നാണ്. കർമ്മണി പ്രയോഗത്തിലേ പറയൂ, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ, മോചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്നല്ല വൈദികൻ പൗരത്വ സഭകളിൽ പറയുക. പാശ്ചാത്യ സഭയിൽ ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു പറയും. കാരണം അപ്പോഴും മിശിഹായുടെ അധികാരത്തിലാണ്. ഞാനെന്ന് പറയുന്നത് അച്ഛനല്ല, ദൈവമാണ്, ക്രിസ്തുവാണ്. പൗരത്വ സഭകൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടി എന്താ പറയുക, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, അതിനെ എന്നെ കരുവാക്കിയിരിക്കുന്നു, എന്നെ ഒരു ഉപകരണമാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ മറിയത്തിന്റെ മകന് ജോസഫിന്റെ വളർത്തു മകന് കൊടുത്തിരിക്കുന്ന ദൈവശാസ്ത്രപരമായിട്ട് ഭയങ്കര ഉന്നതമായ ഒരു ദൗത്യമാണ്. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം മറിയത്തിന്റെ ശിശുവിന് കൊടുത്തിരിക്കുന്നു, പാപങ്ങൾ മോചിക്കുക. കാരണം അവൻ ദൈവം തന്നെയായ പുത്രനാണ്. ആ പുത്രൻ സഭയിൽ ഏൽപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറുവശത്ത് ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ മറിയമടക്കമുള്ള ആളുകൾക്ക്, അത് യഹൂദർക്ക് ഈ ദൗത്യം പറഞ്ഞപ്പോൾ ഇത് അത്ര അങ്ങോട്ട് ഒരു കേമായില്ലല്ലോ എന്ന് തോന്നാം. മറിയത്തിനടക്കം തോന്നിയിരിക്കാം. കാരണം അന്ന്
റോമാ സാമ്രാജ്യത്തിന് അടിമകളായിരുന്നു ഇസ്രായേലിയർ, യഹൂദന്മാർ. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത പീഡകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ രക്ഷയെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചൊക്കെ അന്ന് വീക്ഷണം ചെയ്തത്. അധിനിവേശ ശക്തികളെയും അധീശത്വ വ്യവഹാരങ്ങളെയും പടികടത്തി പിണ്ടം വെച്ച് സ്വയംഭരണാവകാശത്തിലൂടെ നേടിയെടുക്കുന്ന ദാവീദിന്റെ ഒരു ദേശരാഷ്ട്ര പുനഃസ്ഥാപനവുമായിട്ടാണ് അവര് അന്ന് രക്ഷയെ, വിമോചനത്തെയൊക്കെ കൂട്ടിക്കെട്ടിയിരുന്നത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാനോ വിമോചനത്തെക്കുറിച്ച് ആലോചിക്കാനോ അവർക്ക് കഴിയുമായിരുന്നില്ല. സാമ്രാജ്യത്തെ കൗശലത്തിനെതിരെ ബദൽ രാഷ്ട്രീയ ശക്തിയാകാൻ ഇസ്രായേൽ അനിവാര്യമായിരുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്, സ്വദേശീയതയാണ്. നമ്മൾ പറഞ്ഞ അല്ലേ ദേശീയത. അതുമായിട്ട് ബന്ധിപ്പിച്ചാണ് വിമോചനം, ദേശീയ സ്വാതന്ത്ര്യം, ദേശരാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട രക്ഷയെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും അവർക്ക് ആലോചിക്കാൻ പറ്റും. കാരണം അന്ന് അവർ വിദേശ ശക്തികളുടെ അടിമയാണ്. മാത്രമല്ല, പട്ടിണി മൂലം നെഞ്ചു കീറിയ ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവർ സ്വപ്നം കണ്ടിരുന്നു. താറുമാറായ സമ്പദ്ഘടനയുടെ ഒരു ചരിത്ര മാറ്റത്തിലൂടെ താഴെക്കിടയിലുള്ളവർക്ക് ജീവിതത്തിന്റെ നിലാവിനെ തിരിച്ചേൽപ്പിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടാകണമെന്ന് അവർ സ്വപ്നം കണ്ടിരുന്നു. അതൊക്കെയാണ് അവർ രക്ഷയെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചൊക്കെ അവർ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. നമ്മുടെ കോവിഡ് കാലത്താണ് ഈ നമ്മുടെ കുർബാന കോവിഡിന്റെ മറവിൽ അടിച്ചേൽപ്പിച്ചെന്നും പറഞ്ഞിട്ട് എറണാകുളം ഇരിങ്ങാലക്കാട് രൂപത്തിലെ കുറേ അച്ഛന്മാർ കോവിഡ് കാലത്ത് തന്നെ ലോഹ്യം മടക്കി കുത്തി തെരുവിലിറങ്ങിയിരുന്നു. അന്ന് അൽമാരെ കുറേ പേര് അതിൻ്റെ വീഡിയോസ് എനിക്ക് ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഈ അച്ഛന്മാരുടെ ജാഥ കണ്ടോ? ഇത് പെട്രോൾ വില കൂടിയതിനോ റേഷനരിക്ക് വില കൂടിയതിനോ വിലക്കയറ്റത്തിനെതിരെ അല്ല, ഒരു കുർബാനയുടെ കാര്യം പറഞ്ഞിട്ടാണ്. അൽമായ സുഹൃത്തുക്കൾ എനിക്ക് വീഡിയോ ഇട്ടതാണ്. ഇത് നോക്കൂ, ഇത് അച്ഛന്മാർ തെരുവിലിറങ്ങിയിരിക്കുന്നത് പെട്രോളിന് വില കൂടിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വിലക്കയറ്റത്തിനെതിരെ ഒന്നും അല്ല. അപ്പോൾ രക്ഷയെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും അൽമായർ എന്താ ചിന്തിക്കുന്നത്? വിലക്കയറ്റം, സമ്പത്തിന്റെ അല്ലേ, ദേശരാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അച്ഛന്മാർ എന്താ ചിന്തിച്ചത്? പാപമോചനവുമായിട്ട് ബന്ധപ്പെട്ട. അത് അടിച്ചേൽപ്പിച്ചു തെറ്റാണെന്നാണ് അടിച്ചേൽപ്പിച്ചെന്നുള്ളത് തെറ്റാണ്. എങ്കിൽ അടിച്ചേൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് കോവിഡിന്റെ നിയന്ത്രണങ്ങൾ പോലും ലംഘിച്ചിട്ട് അവർ തെരുവിലിറങ്ങിയത്. അപ്പൊ ഈ വീക്ഷണത്തിൽ വ്യത്യാസം മനസ്സിലായോ? പാപങ്ങളിത് മോചിക്കുക, അതൊന്നും അൽമാർക്ക് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. വിലക്കയറ്റം അത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതാ. പാപങ്ങളുടെ മോചനം, എത്ര പേര് കുമ്പസാരത്തിന് പോകുന്നുണ്ട് ഇപ്പോൾ? അതൊക്കെ അവിടെ കിടക്കട്ടെ. പിന്നെ കുമ്പസാരിച്ച പിന്നെയും അതേ പാപം ചെയ്യാണ്. അപ്പോൾ ചെയ്യാനിരിക്കുന്ന പാപങ്ങൾ എന്നുള്ള മോചനമായിട്ടാണ് പലരും കാണുന്നത്. ചെയ്തു പോയ പാപങ്ങൾക്കുള്ള മോചനമായിട്ടല്ല, ഇനി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇന്നലെ കഞ്ഞി കുടിച്ചു, ഇന്നും കഞ്ഞി കുടിക്കണു. അയ്യോ, ഇന്നലെ കഞ്ഞി കുടിച്ചു ഇന്ന് കഞ്ഞി കുടിക്കേണ്ടി വരികയാണെങ്കിൽ ഇന്നലെ കഞ്ഞി കുടിക്കാതിരിക്കുക. ആത്മീയമായിട്ട് നമുക്ക് പോഷണങ്ങൾ വേണമെന്ന് മനസ്സിലാക്കാനുള്ള ആ ചിന്ത പോലും, അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മുടെ മനസ്സ് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. വിലക്കയറ്റവും അങ്ങനെയുള്ള സംഗതികൾ, ഭൗതികമായ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. അതാണ് രക്ഷ, അതാണ് വിമോചനം എന്നാ. കുർബാന, പാപമോചനം, അതൊക്കെ ഒരു രണ്ടാം തരം. ദൈവം അത് വല്ലപ്പോഴേക്കും ആവാം. അല്ലാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുക, ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ. പള്ളി പോകുന്നവർ പോലും, വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതും പള്ളി പോക്കെന്ന് പറയുന്നതും ഒക്കെ ഒരു രണ്ടാം തരമാണ്. പോകണം, ഞായറാഴ്ച പോകണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ പ്രയാസമുണ്ട് പള്ളി പോയില്ലെങ്കിൽ എന്നല്ലാതെ അതാണ് പരമപ്രധാനപ്പെട്ട കാര്യമെന്ന് വിചാരിക്കുന്നവർ എത്ര പേര് കാണും? ഇത് അന്നും പ്രയാസമുള്ള സംഗതിയാണ്. പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന പറഞ്ഞാൽ അതാണോ ഏറ്റവും വലിയ കാര്യം എന്നാണ് അന്നും ചിന്തിച്ചിട്ടുണ്ടാവും ജനങ്ങൾ. അപ്പോൾ തീർത്തും അപര്യാപ്തമായ ഒരു ദൗത്യമാണ് ഈശോയ്ക്ക് നൽകിയതെന്ന് തോന്നും. ഒരു വശത്ത് വലിയ അധിക പ്രസംഗമായി തോന്നും. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യം ഈ മറിയത്തിന്റെ ശിശുവിന് കൊടുക്കുക, അത് അധിക പ്രസംഗമാണ്. ഇപ്പൊ യഹോവ സാക്ഷികൾ അതാ പറയണേ, അത് അധിക പ്രസംഗമാണ്. അവൻ യാഹ്വയല്ല, യഹോവ എന്ന് പറഞ്ഞ ദൈവപിതാവ് മാത്രമാണ്. പരിശുദ്ധ തൃത്വമൊന്നും ഇല്ല, ഒരു ദൈവം ഉള്ളൂ, അത് ദൈവപിതാവാണ്. ഇവൻ ഗബ്രിയേൽ മാലക മനുഷ്യനായിട്ട് വന്നതാണ് യേശു ക്രിസ്തു എന്നൊക്കെയാണ് ഈ യഹോവ സാക്ഷികൾ പഠിപ്പിക്കണേ. അവർക്ക് ഈ തിരുവചനങ്ങളൊക്കെ അവർക്ക് പ്രയാസ. സ്വർഗസ്ഥനായെന്ന പ്രാർത്ഥന പോലും അവർ ചൊല്ലില്ല. ചൊല്ലിയാൽ പ്രശ്നമാണ് അവർക്ക്. കാരണം സ്വർഗസ്ഥനായ പിതാവേ, അപ്പൊ തന്നെ ഒരു പ്രശ്നമുണ്ട്. പിതാവ് പുത്രൻ എന്നുള്ള സങ്കല്പം അവിടെ ഉണ്ടല്ലോ. അപ്പൊ തന്നെ ഞാനും പിതാവും ഒന്നാണ്. ആ വചനം അവർക്ക് പ്രയാസ. പക്ഷെ വേറൊരു വചനമുണ്ട്, എൻ്റെ പിതാവ് എന്നെക്കാൾ വലിയവനാണ്. അതവർ ഉയർത്തിപ്പിടിക്കും.
തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വചനങ്ങൾ, കത്തോലിക്ക സഭ എതിർക്കാൻ പറ്റുന്ന വചനങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുകയും കത്തോലിക്ക സഭ ഉയർത്തിപ്പിടിക്കുന്ന വചനങ്ങൾ അവർ തമസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇരട്ടത്താപ്പുകളാണ് ഈ കുറേ പേര് കത്തോലിക്ക സഭയിൽ നിന്ന് പോയിട്ടുള്ളവർ. അവർക്ക് ഇത് അധിക പ്രസംഗമായിട്ട് തോന്നും. മറിയത്തിൻ്റെ മകൻ ഈശോ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പാപം മോചിക്കുക. അപ്പോൾ അത് അധിക പ്രസംഗമാണെന്ന് ഒരു കൂട്ടർക്ക് തോന്നി. അതാണ് ഫരിസയരൊക്കെ ചിന്തിച്ചത്. അപര്യാപ്തമായിട്ടാണ് സാധാരണ മനുഷ്യർക്ക് തോന്നിയത്. പാപങ്ങളിൽ നിന്ന് മോചിക്കുകയാണോ വേണ്ടത്? ഞങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടണ്ടേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടിണി മാറണ്ടേ? ഞങ്ങളുടെ ഈ അധിനിവേശ ശക്തികളെ, സാമ്രാജ്യത്വ ശക്തികൾ അടിച്ച് പുറത്താക്കണ്ടേ? ഈ വക സംഗതികളാണ് സാധാരണ മനുഷ്യർ വിചാരിക്കുക. അപ്പോൾ ദൈവം വേണ്ടത്ര മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലും രക്ഷയിലും വിമോചനത്തിലൊന്നും ദൈവത്തിന് അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് സാധാരണക്കാർക്ക് ഫീൽ ചെയ്തത്. ഈ കോവിഡ് കാലത്ത് അച്ഛന്മാർ കുർബാന അടിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ച് അൽമായർ ചിന്തിച്ചതുപോലെ. എന്ന് വെച്ചാൽ യേശുവിൻ്റെ മിശികാത്വം എന്താണ്? ചൂടേറിയ ചർച്ചകളും വാക്കുതർക്കങ്ങളും ഒക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മുൻകൂട്ടി കാണുകയാണ് ഈ മറിയത്തോട്, ഇല്ലേ, നിന്റെ ശിശുവിന് ഈശോ എന്ന് പേരിടണം. ജോസഫിനോട് പറയണം, മറിയത്തിൻ്റെ മകന് നീ ഈശോ എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ അവൻ അവരുടെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ആ പിന്നീട് യേശുവിൻ്റെ ദൗത്യത്തെക്കൊണ്ടുണ്ടായ ചർച്ചകളുടെ എല്ലാം ഒരു രക്തചുരുക്കം അവർക്ക് കൊടുക്കുകയാണ്. ഈ തർക്കങ്ങളൊക്കെ നമ്മൾ ഒരു 2-3 രംഗങ്ങൾ നോക്കിയാൽ പ്രത്യേകം മനസ്സിലാകും. ഒന്ന്, തളർവാദ രോഗിയെ കൊണ്ടുവരികയാണ്. അതായത് കഫർനാമിലെ സിനഗോഗിന് നേരെ മുമ്പിലാണ് പത്രോസിന്റെ ഭവനം. ഇപ്പോഴുണ്ട് ആ ഭവനം. അതിന് മേൽക്കൂര പൊളിച്ചിട്ട് 4 പേർ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് മേൽക്കൂര പൊളിച്ച ഒരു തളർവാദ രോഗിയെ ഇറക്കിക്കൊണ്ടുവരികയാണ് കർത്താവിൻ്റെ അടുത്തേക്ക്. സ്വാഭാവികമായിട്ട് എല്ലാവരും എന്താ പ്രതീക്ഷിക്കുക? തളർവാദം പിടിപ്പെട്ട് നടക്കാൻ പറ്റാതെ കട്ടിലോടുകൂടി കൊണ്ടുവന്നിരിക്കുക. കട്ടിലോടുകൂടി കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് മേൽക്കൂര പൊളിച്ച് താഴോട്ട് ഇറക്കിയിരിക്കുകയാണ്. പത്രോസും അന്ത്രയോസും യോഹന്നാനും യാക്കോബും കൂടിയിട്ട്. പത്രോസിൻ്റെ അമ്മായിമ്മേൻ്റെ വീടാണത്. അവിടെ ഇങ്ങനെ ഇറക്കിയിട്ട്, അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ രോഗിക്ക് സൗഖ്യമാണ്. കാരണം അതുപോലെ തളർന്ന് കിടക്കുകയാണ് ഈ മനുഷ്യൻ ഈ കട്ടിലിൽ. പക്ഷെ കർത്താവ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? മകനേ മകനേ. ഈശോയ്ക്ക് എന്ന് 30-31 വയസ്സാണല്ലോ. ആ ഈശോ പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അധിക പ്രസംഗം. യഹോവ സാക്ഷികൾ, ഇന്നത്തെ യഹോവ സാക്ഷികൾ കൂട്ടർ അക്കാലത്തുണ്ടായിരുന്നു ഫരിസയർ. അവർ പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയണു. ദൈവത്തിന് മാത്രമല്ലേ പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളൂ. ആ കാര്യം ഇവൻ പറഞ്ഞത് ഇത് അധിക പ്രസംഗമല്ലേ, ഇത് ദൈവനിന്ദയല്ലേ. മാത്രമല്ല സാധാരണക്കാർക്കാണെങ്കിലും അവർക്ക് അപര്യാപ്തമായി തോന്നി. രോഗിക്ക് വേണ്ടത് അതാണോ? നിങ്ങളെ ഹോസ്പിറ്റൽ കൊണ്ട് ചെല്ലുമ്പം അവിടുത്തെ വികാരി, അവിടുത്തെ ഡോക്ടറായിട്ട് ഒരു അച്ഛൻ ഉണ്ടെന്ന് വിചാരിക്കുക. അച്ഛൻ പറയാണ്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ അച്ഛൻ ആ കോഴിലൊക്കെ വെച്ച് ഈ രോഗിയെന്ന് പരിശോധിക്കൂ, ഒരു ഇഞ്ചക്ഷനോ മരുന്നോ കൊടുക്കുന്നല്ലേ നമ്മളും പറയുക. നമ്മളതല്ലേ പറയുക. ഇപ്പം ഈ തളർവാദ രോഗി കൊണ്ടുവരുമ്പോഴും അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക. കർത്താവ് എന്ത് പണി ചെയ്തേ? അവന് ആദ്യം സൗഖ്യം കൊടുക്കൂ, പിന്നെ പാവമോചനമൊക്കെ ആവാം, കുമ്പസാരിപ്പിക്കലൊക്കെ പിന്നെ ആവാം, ആദ്യം ഒന്ന് സൗഖ്യം കൊടുക്കൂ എന്നല്ലേ പറയുക. പക്ഷെ കർത്താവ് ഞെട്ടിച്ച് കളഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവരെല്ലാം പിറുപിറുക്കെന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടാമതായിട്ട് കർത്താവ് അവനെ സൗഖ്യം കൊടുക്കുകയും ചെയ്തു. പക്ഷെ കർത്താവ് ആദ്യം കൊടുത്തത് പാപമോചനമാണ്. എന്താണ് ഇതിൻ്റെ ഒരു എന്താണ് കർത്താവ് അതിലൂടെ പഠിപ്പിക്കുന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിക്കുമെന്നുള്ള ആ ദൗത്യം കർത്താവ് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ബുദ്ധിയുള്ള മൃഗമാണ് മനുഷ്യൻ, ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ. അപ്പം നമുക്ക് വികാരങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കാൻ കഴിയില്ല. ഒരു പശുവിനെ കാണുമ്പം ഒരു കാളയ്ക്ക് ഒരു വികാരമുണ്ടായി. കാള വികാരം അടക്കേണ്ട കാര്യമില്ല, കാരണം അത് ബുദ്ധിയുള്ള ജീവിയല്ല. അതിന് വികാരം തുറന്നു വിടാം. ഓരോ സ്ത്രീയെ കാണുമ്പോഴും പുരുഷന്മാർക്ക് വികാരമുണ്ടാവുകയും, എന്നാൽ വികാരമുണ്ടായാൽ വികാരം പ്രകടിപ്പിക്കണം. അങ്ങനെ കാണുന്ന പെണ്ണുങ്ങളെല്ലാം കയറി പിടിക്കാൻ പോയി ശരിയാവുമോ? തല്ല് കിട്ടുന്നുള്ളത് വേറെ കാര്യം. അതല്ലാതെയും നമുക്ക് വികാരമുണ്ടായാലും നോക്കാൻ തോന്നിയാലും നമ്മൾ ബുദ്ധിയുള്ള ജീവിയാണ്. അപ്പോൾ ബുദ്ധിയുള്ള ജീവി എന്താ ചെയ്യുക? ആ വികാരങ്ങളെ നിയന്ത്രിക്കും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഇത് ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ, ബുദ്ധിയുള്ള മൃഗമാണ് മനുഷ്യൻ എന്നതിനാൽ ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു എന്നാണ്. അപ്പോൾ ഇല്ലേ, ദൈവത്തിൻ്റെ ലോഗോസ് ഏത് മൃഗത്തിലേക്ക് വന്നുവോ അവരാണ് ദൈവങ്ങൾ, അല്ലെങ്കിൽ അവരാണ് മനുഷ്യർ. അപ്പോൾ ദൈവത്തിൻ്റെ ലോഗോസ് വചനം എന്ന് നമ്മൾ പറയുന്ന ബുദ്ധിയാണ്, വിശേഷ ബുദ്ധി. അപ്പോൾ സ്വാതന്ത്ര്യവും സ്നേഹവും വിശേഷ ബുദ്ധിയും ഉള്ള ജീവിയാണ് നമ്മൾ. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ദൈവത്തോടും മറ്റുള്ളവരോടും
നല്ല ബന്ധത്തിലായിരിക്കുക. ദൈവത്തോടും മറ്റുള്ളവരോടും നല്ല ബന്ധത്തിലായിരിക്കുക. ആ ബന്ധത്തിൽ വിള്ളൽ വന്നാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും എത്ര ശുഭമെന്ന് തോന്നിച്ചാലും അത് രോഗിയാണ്. ദൈവമായുള്ള ബന്ധം ശരിയല്ലെങ്കിൽ മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ അവനുണ്ടെങ്കിലും അവൻ രോഗിയാണ്. മറ്റു മനുഷ്യരുമായും നല്ല ബന്ധത്തിലല്ലെങ്കിൽ എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ അവനുണ്ടെങ്കിലും അവൻ രോഗിയാണ്. അതായത് ധാർമ്മികത, മൊറാലിറ്റി. മനുഷ്യർക്ക് മൊറാലിറ്റി ഉണ്ട്. തെറ്റും ശരിയും തിരിച്ചറിയാനും തെറ്റിനെ അവോയ്ഡ് ചെയ്യാനും ശരിയെ തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ട്. ആ സ്വാതന്ത്ര്യമുള്ള മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവവുമായിട്ടും മറ്റു മനുഷ്യരുമായിട്ടും നല്ല ബന്ധത്തിലായിരിക്കണം. നല്ല ബന്ധത്തിലല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പാപം എന്ന് പറയണേ. ആ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവവുമായിട്ടും മറ്റു മനുഷ്യരുമായിട്ടും നല്ല ബന്ധത്തിലായിരിക്കാനുള്ള ആ കൃപയാണ് രക്ഷയുടെ ആദ്യ ഗഡു. പരിശുദ്ധാത്മാവിന് ദാനമാണ് ആ രക്ഷയുടെ ആദ്യ ഗഡു. ആ പരിശുദ്ധാത്മാവിന് ദാനം നൽകാനായിട്ടുള്ള വ്യവസ്ഥ പാപങ്ങളുടെ മോചനമാണ്. അപ്പോൾ പാപങ്ങളുടെ മോചനമാണ് രക്ഷ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ഒരു ആദ്യ ചുവടുവെപ്പ്. പിന്നെ ആ രക്ഷയിൽ ജീവിക്കുക, അതാണ് ഈ മാമോദീസയിൽ നടക്കുന്നു. അത് തുടർന്ന് ആ പാപമോചനത്തിന്റെ പ്രക്രിയ തുടർന്ന് കൊണ്ടുപോകുകയാണ് മറ്റു കുമ്പസാരം എന്ന കൂദാശയൊക്കെ, അതുപോലെ കുർബാന എന്ന കൂദാശയൊക്കെ. എന്നിട്ട് അവസാനം ഇല്ലേ, ഈ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് നിത്യജീവനിലേക്ക് ഇപ്പം നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ ഈ ശാരീരിക മരണത്തെ കവച്ചു വെക്കുന്ന പുതിയ ജനസിലുള്ള ജീവനിലേക്ക് കടക്കും. അതായത് മരണത്തിൻ്റെയും അഴകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവനിലേക്ക്. അത് രക്ഷയുടെ അവസാന ഘട്ടമാണ്. പക്ഷെ അതിൽ കടക്കുമ്പോൾ പിന്നെയുണ്ട് ഘട്ടങ്ങൾ. ആ അവസാന ഘട്ടത്തിന് തന്നെ പല ഘട്ടങ്ങളുണ്ട് ഇല്ലേ. ഈ പൂർണ്ണമായിട്ടും പ്രസാദാവസ്ഥയിൽ മരിച്ചാൽ ദൈവത്തെ മുഖത്തോട് മുഖം കാണാം. പാപമില്ലാത്ത അവസ്ഥയിൽ മരിച്ചു, പക്ഷെ പരിപൂർണതയില്ലെങ്കിൽ ദൈവത്തെ കാണാൻ പിന്നെയും പ്രോസസ് ഉണ്ട്. അങ്ങനെ ദൈവമഹത്വം, ദൈവത്തിന്റെ തേജസ്, നമ്മളും ദൈവത്തിന്റെ തേജസ് ഒന്നായി തീരുന്നത് വരെ, അതായത് ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്നത് വരെ ഈ പ്രക്രിയ മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ പാപമോചനം എന്ന് പറയുന്നത് രക്ഷ എന്ന പ്രക്രിയയിലെ ഒരു ആദ്യ ചുവടുവെപ്പാണ്. പിന്നെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ദൈവത്തിന്റെ തേജസ് അനുഭവിക്കുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ആ പ്രക്രിയ തുടക്കം കുറിക്കുകയാണ് മനുഷ്യാവതാരത്തിലൂടെ ഈശോ ഈ ഭൂമിയിൽ ചെയ്യുന്നത്. രക്ഷ എന്ന പ്രക്രിയ എന്ന് ഞാൻ ആവർത്തിക്കുക, പ്രോസസ്സ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാം പാപം ചെയ്യുന്നവരാണ് അല്ലേ. മാമോദിസ സ്വീകരിച്ചതിന്റെ പാപം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? എത്ര മുതിർന്ന ആളുകളാണെങ്കിലും ഇല്ല. മനുഷ്യരെ പാപികളാണ്. ആ പാപാവസ്ഥ ചെയ്ത പാപങ്ങൾ കർത്താവ് എടുത്തു കളഞ്ഞാലും പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എടുത്ത് കളയുന്നില്ല. അതുകൊണ്ട് പിന്നെയും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കർത്താവ് കണ്ടിട്ടാണ് കുമ്പസാരം എന്ന കൂദാശയും മറ്റു കൂദാശകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈശോ കൊണ്ടുവരുന്ന രക്ഷയുടെ ആദ്യ ചുവടുവെപ്പാണ് പാപങ്ങളിൽ നിന്ന് മോചിക്കുക. മനുഷ്യർ ബുദ്ധിയുള്ള ജീവിയായതുകൊണ്ടും ദൈവവുമായിട്ടും മറ്റു മനുഷ്യരുമായും ബന്ധത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ടും ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാൽ അതാണ് പാപാവസ്ഥ എന്ന് പറയണേ. മറ്റെന്തെല്ലാം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായാലും നമ്മൾ രോഗികളാണ്. അതിനാൽ രോഗത്തിന്റെ ഏറ്റവും മൂല കാരണം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ അപജയമാണ്. ദൈവവുമായിട്ടും മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ, അത് നേരെയല്ലാത്ത ബന്ധങ്ങൾ, ചൊവ്വില്ലാത്ത ബന്ധങ്ങൾ, അത് ശരിയാക്കാനാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു. അപ്പോൾ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്നതുകൊണ്ട് ഈശോ എന്ന പേരിടണം. ആ ഈശോ എന്ന പേരാണ് നമ്മൾ വിളിക്കുന്നത്. മരിയ സ്തുതിയില് മറിയത്തോടും യോസഫിനോടും പറഞ്ഞ കാര്യം നമ്മൾ മരിയ സ്തുതിയിലും ചേർത്ത് വെച്ച് പറയുകയാണ്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യം, നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആ ഈശോ ആണ് ഞങ്ങളുടെ രക്ഷകൻ. മറിയത്തിന്റെ മകനാണ് ഞങ്ങളുടെ രക്ഷകൻ. ജോസഫിന്റെ വളർത്തുമകനാണ് ഈ മനുഷ്യവംശത്തിന്റെ രക്ഷകൻ. അവന്റെ ഈശോ എന്ന നാമം ഈ ലോകത്തിൽ മനുഷ്യർ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആ ഈശോ എന്ന നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കുക. ഞങ്ങളുടെ കയ്യിൽ തരാനായിട്ട് ഇപ്പോൾ പൊന്നും വെള്ളിയൊന്നും ഇല്ല. ഈശോ എന്ന നാമമുണ്ട്. ആ ഈശോ എന്ന നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഞാൻ ഇന്ന് ഒരു സഹോദരൻ പറഞ്ഞ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തെക്കാൾ ഇച്ചിരി പ്രായമേറിയ ഒരു സ്ത്രീ ആ ബസ്സിൽ കയറി. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ആ സ്ത്രീക്ക് സീറ്റ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റ് പോയി. എന്നാൽ ഈ പയ്യനോട് പറയേണ്ടതാണ്, മോനെ എവിടെ ഇരുന്നോ, അത് പറഞ്ഞില്ല. അവരങ്ങ് എഴുന്നേറ്റ് പോയി. അവരൊരു ഹിന്ദു സ്ത്രീ ആയിരുന്നു. അവർക്ക് അവരുടെ വേഷവിധാനം, ഈ നെറ്റിയിലെ സിന്ദൂരം
സിന്ദൂരല്ലോ, എന്താ ചന്ദനം ഒക്കെ കണ്ടാൽ ഹിന്ദു രീതിയാണ്. അവരെ എഴുന്നേറ്റ് പോയി. അപ്പോൾ വേറൊരാൾ വേഗം ചാടി കയറാനെത്തിയിരുന്നു. അപ്പോൾ ഈ പയ്യൻ പിന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഇതിൻ്റെ ഇവരുടെ എല്ലാം പുറകിൽ വേറൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ആള് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഡെസ്റ്റിനേഷൻ എത്തി, ഈ മനുഷ്യൻ ഇറങ്ങുകയാണ്. അപ്പോൾ മറ്റേ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, അതെ. എന്തേ ചോദിച്ചേ? അല്ല, നിങ്ങൾ ആ സ്ത്രീക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. ആ സ്ത്രീ എഴുന്നേറ്റ് പോയപ്പോൾ നിങ്ങളെ വിളിച്ചിരുത്തേണ്ടതാണ്, അത് ചെയ്തില്ല. അവരങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വേറൊരാൾ ചാടിക്കയറി അവിടെ ഇരുന്നു. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഇത് എൻ്റെ സീറ്റാണ്, ഞാൻ ആ സ്ത്രീക്ക് ഒഴിഞ്ഞു കൊടുത്താന്ന് പറഞ്ഞ് ഞാൻ അവിടെ കയറിയിരുന്നേനെ. നിങ്ങൾ ശാന്തമായി നിന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്കാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുക. ഇത് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പങ്കുവെച്ചൊരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ, അവരെ പ്രവൃത്തി കൊണ്ട് തെളിഞ്ഞു. ഈശോ അവനിൽ വസിക്കുന്നു, ഈശോ പെരുമാറുന്ന പോലെ പെരുമാറുന്നു. ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ പറ്റൂ. ഇപ്പം എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സഹോദരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാണ്. എത്രയോ വലിയ സാക്ഷ്യമാണത്. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ഈശോ നാമധാരി, ആ ഈശോയിൽ വിശ്വസിക്കുന്നതിനാൽ ഈശോ അവിടെ എന്ത് പറയുന്നുവോ, ഈശോ എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ പെരുമാറാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതാണ് ഈ ഈശോ എന്ന നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഉന്നതി എന്ന് പറയുന്നത്. അത് മറ്റുള്ളവരെക്കാൾ കേമന്മാരാണെന്ന് കാണിക്കാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ചില സംഗതികൾ ക്രിസ്ത്യാനികൾക്ക് അറിയാമെന്നുള്ളതാണ്. അത് ഈശോ എന്ന നാമം അറിയുന്നതാണ്. അവൻ എന്തു വിചാരിക്കുന്നു, എങ്ങനെ പറയുന്നു, അതുപോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ തൻ്റെ ജനത്തെ അവൻ രക്ഷിച്ചിരിക്കുന്നു പാപങ്ങളിൽ നിന്ന്. ഈ അനുഭവം അനുദിന ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. രക്ഷയുടെ അനുഭവം കാണിച്ചു കൊടുക്കുകയാണ്. അത് മറ്റുള്ളവർ തിരിച്ചറിയുകയാണ്. താങ്കൾ ക്രിസ്ത്യാനിയാണല്ലേ, ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റും. പണ്ട് CP രാമസ്വാമിയുടെ മൂക്കിന് വെട്ടുകിട്ടി. അങ്ങൊരു ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര എതിരായിരുന്നു. CP രാമസ്വാമി മൂക്കിന് വെട്ടുകിട്ടിയപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ്. അപ്പോൾ CP രാമസ്വാമി എന്താ പറഞ്ഞെന്നറിയോ? എന്നെ കന്യാസ്ത്രീമാർ നടത്തുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. കത്തോലിക്ക കന്യാസ്ത്രീമാർ നടത്തുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. എന്തേ? മറ്റെവിടെ കൊണ്ടുപോയാലും ഈ മൂക്കിനകത്ത് വിഷം വെച്ചിട്ട് ഇങ്ങനെ തുന്നിക്കെട്ടുമെന്ന് അദ്ദേഹം പേടിച്ചു. കത്തോലിക്ക കന്യാസ്ത്രീമാരത് ചെയ്യില്ല. ദൈവത്തിന് നിരക്കാത്തത് കത്തോലിക്ക കന്യാസ്ത്രീമാർ ചെയ്യില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെയും കത്തോലിക്കരെയും ഇത്രമാത്രം പീഡിപ്പിച്ച CP രാമസ്വാമിക്ക് മൂക്കിന് വെട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കന്യാസ്ത്രീമാരെ നടത്തുന്ന ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോകണം. അതാണ് ക്രൈസ്തവ സാക്ഷ്യം, കത്തോലിക്കരുടെ സാക്ഷ്യം, ഈശോ എന്ന നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ സാക്ഷ്യം. നിന്റെ ഗർഭഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്കത് പിന്നെയും ചൊല്ലാം, അത് ജീവിക്കാൻ നോക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.